ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തേക്കുള്ള ടെക്നിക്കൽ വ്യൂ ആണ്. മാർക്കറ്റിന്റെ ടെക്നിക്കൽ വ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തത് ഏകദേശം 23,903 എന്ന ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ഒരു ബെയറിഷ് ഫോൾ ആയിരുന്നു. ഞാൻ ഇന്നലെ തന്നെ ഇതിന്റെ വീക്ക്ലി അനാലിസിസ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ചാനലിന്റെ. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി അനാലിസിസ് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പം ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഐ ബട്ടണിലും ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ ഏകദേശം -275 പോയിന്റ്സ് ആണ് ഡൗൺഫോൾ മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം, അതായത് US ഇറാൻ ടോക്സ് നമ്മൾ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കൂന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ട്രംപ് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടോക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം വാർ റീസ്റ്റാർട്ട് ചെയ്യാനല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം ട്രംപ് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷന് പാകിസ്ഥാനിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്തു. അപ്പോ ആ ഒരു വാർ ഇപ്പോഴും, ആ ഒരു പ്രഷർ ഇപ്പോഴും നിലനിൽക്കണ കാരണം ജസ്റ്റ് ഒരു സീസ് ഓഫ് വാറേ ഉണ്ടായിട്ടുള്ളൂ. തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ വാറിന്റെ ഒരു റിസൾട്ട് കിട്ടാത്ത കാരണം, അവസാനിക്കുമോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമോ എന്ന് റിസൾട്ട് കിട്ടാത്ത കാരണം നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാകാനാണ് കൂടുതൽ ചാൻസ്. അങ്ങനെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാകുവാണെങ്കിൽ ഈ താഴെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഞാൻ ഇന്നലെ ഇത് മെഷർ ചെയ്തതാണ്, ഏകദേശം വരുന്നത് 416 പോയിന്റ്സ്. നമുക്ക് 400 പോയിന്റ്സ് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 416 ആയതുകൊണ്ടാണ് 400 പോയിന്റ്സ് എടുക്കണം. 400 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ഫില്ലാകാൻ, അഥവാ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ഒരു 400 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ ധാരാളം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത്, ഈ ഒരു സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാനുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 23,500 ആണ്. നമുക്ക് ഈ ഒരു ലെവല് ആണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നോക്കാനുള്ള 23,500. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ഇത് മാർക്ക് ചെയ്തോട്ടെ, 23,500 ഈ ഒരു ലെവല്, ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് സെൽ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് നോക്കാൻ പറ്റുന്നത് നല്ലൊരു ലെവൽ എന്ന് പറയുന്നത് 24,200 ആണ്. നമ്മൾ ആവറേജ് അനാലിസിസ് ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. വെറുതെ തോന്നിയ പോലെ ഒരു റിസൾട്ട് എടുക്കുന്നതല്ല. 24,200 ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കാൻ നേരത്തും, വോളിയം അനാലിസിസ് വെച്ച് നോക്കാൻ നേരത്തും, പിന്നെ ഫിബിനോക്കി ലെവൽസ് വെച്ച് നോക്കാൻ നേരത്തെ ഈ 24,200 ഇമ്പോർട്ടന്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെയൊക്കെ ഇത് മാർക്കറ്റ് മീറ്റ് ചെയ്തിട്ട് പിന്നെ ഡൗൺ ഫോളോ നടത്തിയ ലെവലാണ്. പിന്നെ അത് മാത്രമല്ല, മാർക്കറ്റിന്റെ ഓവറോൾ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. മാർക്കറ്റ് ഇപ്പോൾ പുള്ളപ്പ് ചെയ്തിരിക്കുന്നത്, ഞാനൊന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റ് ഇപ്പോൾ പുള്ളപ്പ് ചെയ്തിരിക്കുന്നത് ഏകദേശം പതുക്കെ സ്ലോ ആയിട്ട് പുള്ളപ്പ് ചെയ്തിരിക്കുന്നത് 2410 ഇൻട്രാഡേയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വീക്ക്ലി അനാലിസിസും കുറച്ച് വ്യത്യാസമുണ്ട്. 2410 ഒരു ചെറിയ കറക്ഷൻ ഇവിടെ ഒരു സൈഡ് വേസ് ഉണ്ടായെങ്കിലും, അതായത് ഈ ഏരിയയിൽ കുറച്ച് സൈഡ് വേസ് ഉണ്ടായെങ്കിലും 2410 വരെ പോയിട്ട് ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് കറക്റ്റ് ചെയ്യുവാണ്. എത്ര പോയിന്റ്സ് ഇപ്പോൾ ഓൾറെഡി കറക്റ്റഡ് ആയി? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 800 പോയിന്റ്സോളം കറക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആ ഒരു 100 to 200 പോയിന്റ്സ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈസിലി കവറപ്പ് ആവും. ഒപ്പം പിന്നെ മാർക്കറ്റ് ഈ 400 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടെക്നിക്കൽ തിയറി അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ആ ഗ്യാപ്പ് ക്ലോസ് ആക്കാൻ നോക്കൂ. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അതായത് പിന്നെ ഓൾറെഡി പറയാനുള്ളത്, നമ്മുടെ ആവറേജ് ലെവൽ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഈ ഒരു ആവറേജ് ലെവൽ ലൈൻ ഓൾറെഡി മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഇത് ക്ലോസ് ആവും. ഓക്കെ, ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ ചെയ്ത വീക്ക്ലി അനാലിസിസ് ആണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്ത് കാണാവുന്നതാണ്. കാർഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റത്ത് ഈ വീഡിയോ ഫിനിഷ് ചെയ്യുമ്പോഴും ഞാൻ
ക്യാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഞാൻ പറയാം. ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് ഫ്രൈഡേ ചെയ്തത് 56097 ബാങ്ക് നിഫ്റ്റിയുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് ഏകദേശം 56089.75, -215.25 പോയിന്റ്സ് ഡൗൺ, 0.38% ഡൗൺവേർഡ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിനെ വെച്ച് അപേക്ഷിച്ച് പറയാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു ഗ്യാപ് ഡൗൺ മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് കീ ലെവൽ എന്ന് പറയുന്നത് 555-200 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 555-200. ഇത് ഒരു ഇമ്പോർട്ടന്റ് കീ ലെവലായിട്ട് നമ്മൾ കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതാണ് ആ ലെവല്. ഈ ഒരു ലെവല് ക്രോസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ തുടങ്ങുകയും ചെയ്യും. അത് മാത്രമല്ല ഇവിടെയും നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്, അറിയാലോ, ഇവിടെയും നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാനിന്ന് എടുത്തേക്കാം. ആ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 1639 പോയിന്റ്സ് ആണ്. 1639 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ആണുള്ളത്. ഈ ഗ്യാപ്പ് ക്ലോസ് ആകാനായിട്ട് സാധ്യതയാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ PSU ബാങ്കിന്റെ ഇൻഡെക്സ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ PSU ഇൻഡെക്സ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. PSU ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഡെക്സുകളൊക്കെ നല്ലോണം പെർഫോം ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഇൻഡെക്സ് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം PSU നമ്മുടെ വീക്ക്ലിയിൽ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ബുള്ളിഷ് മൂവ് ആണ് PSU ഇൻഡെക്സിൽ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ഇൻഡെക്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇൻഡെക്സസിൽ PSUയിൽ തന്നെ ജസ്റ്റ് കറക്റ്റ് ഫിൻ നിഫ്റ്റിയുടെ എടുത്തോട്ടെ. ഫിൻ നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ നല്ലൊരു മൂവ്മെന്റ് കാണിക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ എടുത്ത് കാണിച്ചു തരാം. അതായത് നമ്മുടെ ക്വാർട്ടർലി റിസൾട്ട്സ് ഔട്ട് ആകാൻ തുടങ്ങി. ആക്സിസ് ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ട്സ് ഏകദേശം ₹7,071 crore ആണ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രോഫിറ്റ് ആണ് ബാങ്കിങ് സെക്ടറിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്ക്, അങ്ങനെ മിക്ക ബാങ്ക്സും നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് ഓഫ് 4.19 to 319 crores അസെറ്റ് അത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും പല രീതിയിൽ ബാങ്കിങ് സെക്ടേഴ്സിൽ ഒരു ക്വാർട്ടർലി റിസൾട്ട്സ് ഔട്ട് ആകുന്നതുകൊണ്ട് ബാങ്കിങ് സെക്ടറിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ വേണമെങ്കിൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് എടുക്കാം. അതായത് ഞാൻ പറഞ്ഞ ലെവല് എന്ന് പറയുന്നത് 55-200 ഈ ഒരു ലെവല് നല്ലോണം ബ്രേക്ക് ഔട്ട് ആയാൽ, ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെ സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ 55-200 എന്ന ലെവല് വേണമെങ്കിൽ ഒരു റേഞ്ച് അപ്പ് ആയിട്ട് 55-200 ടു ഞാനൊരു റേഞ്ച് ആയിട്ട് ഇടാം 55-500 വരെ ഒരു റേഞ്ച് ആയിട്ട് എടുക്കുക. ഇത് നമ്മുടെ മെയിൻ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഇന്ത്യ വിക്സ്, അതിനെ കുറിച്ചും കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്ത്യ വിക്സ് ഇപ്പോൾ 19.71 ആണ്. കമ്പാരിറ്റീവ്ലി വോളറ്റിലിറ്റി കൂടി. ഈവൻ ദോ ഈ മാർക്കറ്റ് അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായാലും 15 പോയിന്റ്സിനേലും കൂടി കഴിഞ്ഞാൽ ഇന്ത്യയില് നമ്മുടെ മാർക്കറ്റ്സിൽ വോളറ്റിലിറ്റി കൂടും. അപ്പോൾ 19.71 ആണ് ഇന്ത്യ വിക്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാങ്കിങ് സെക്ടറിൽ അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായാലും നമുക്ക് വോളറ്റിലിറ്റി കൂടാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിഫ്റ്റി FMCG ഒന്ന് ജസ്റ്റ് നമുക്ക് എത്തി നോക്കാം. അപ്പൊ നിഫ്റ്റി FMCG നോക്കുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് എഴുതിക്കോട്ടെ. FMCG സെക്ടർ നമ്മൾ NSEയുടെ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഡെയിലി ചാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഡെയിലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ഒക്കെ നടന്നെങ്കിലും ആ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് അത്ര ഷുവർ അല്ല. ഇവിടെ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആണോ, ട്രെൻഡ് ബ്രേക്ക് ഔട്ട് നടന്നു, പക്ഷെ പിന്നെ ഈ ഒരു പൊസിഷൻ, ഞാൻ ഇവിടെ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ തിരിച്ച് ആ ട്രെൻഡിലോട്ട് വന്ന് മുട്ടി നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ഷുവർ ആയിട്ടില്ല. അപ്പോൾ നിഫ്റ്റി FMCG സെക്ടർ കുറച്ച് ബെയറിഷ് ആയിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാൻ തിരിച്ച് 1 hour ചാർട്ടിലോട്ട് ആക്കുവാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇനി നോക്കാനുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. കാര്യം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇനി ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് 56-400 എന്ന് പറയുന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 56-400. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫിനാൻഷ്യൽ സെക്ടറും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഫിൻ നിഫ്റ്റിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. ഫിൻ നിഫ്റ്റി
ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,145 എന്ന ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം ഞാൻ ഇവിടെ പറയാം 26,141.75 ആണ്. നെഗറ്റീവ് 505 പോയിന്റ്സ് ഡൗൺ, 0.40% വൈസ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഫിൻനിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് വരുന്നത് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 150 റീച്ച് ആയിട്ടില്ല, എന്നാലും ഒരു 105 പോയിന്റ്സ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ക്വാർട്ടർലി വരുന്ന റിസൾട്ട്സ് എല്ലാം ഔട്ട് ആവുമ്പോൾ ഫിൻനിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആ സെക്ടേഴ്സിലൊക്കെ, ബാങ്കിങ് സെക്ടേഴ്സിലൊക്കെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റഡി ബുള്ളിഷ് അല്ല, വോളറ്റൈൽ ആയിരിക്കും. കാര്യം ഞാൻ ഓൾറെഡി കാണിച്ചു, ഇന്ത്യ വിക്സ് 19 പോയിന്റ് അബൌവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വോളറ്റൈലിറ്റി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇതിന്റെ സപ്പോർട്ട് ലെവൽ വരുന്നത് ഈ ഒരു ലെവലായിരിക്കും. ഇത് 25,600 എന്ന് പറയുന്ന ലെവലാണ്. 25,600 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം കൊണ്ടുമായിരിക്കും. ഇത് 26,850 എന്ന് നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 26,850 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്ക് ഔട്ട് ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു മൂവ്മെന്റ് എങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് 25,600 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്, ഓൾറെഡി അറിയാലോ അല്ലെ. ഈ ഗ്യാപ്പ് ഫില്ലാകാൻ ചാൻസ് ആവും. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 791 പോയിന്റ്സ് ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം, 791 പോയിന്റ്സ് ഗ്യാപ്പ്. ഓക്കെ, അത്രയും പോയിന്റ്സ് ഗ്യാപ്പ് ഉള്ളത് ഈസിലി ഫില്ലാകുമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം സ്ലോലി ഫില്ലാകുള്ളൂ. കാര്യം 791 പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു മൂവ്മെന്റ് അല്ല. കാര്യം ഫിൻനിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞു 150 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്ലോലി ആയിരിക്കും ഫില്ലാകുന്നത്. പക്ഷെ ഗ്യാപ്പ് ഡൗൺ എങ്ങാനും മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഡൗണും പിന്നെ ബാക്കിയുള്ള മൂവ്മെന്റും കൂടി ഇത് ഫില്ലാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ വളരെ ജാഗ്രതയോടെ, പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടേഴ്സിൽ നോക്കുക. കാര്യം ക്വാർട്ടർലി റിസൾട്ട്സ് ഔട്ട് ആവാൻ പോവുകയാണ്. അവരെ അനൗൺസ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നത്തെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ഇന്നും ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാവുന്നതാണ്. അഥവാ മാർക്കറ്റ് കൂടുതൽ ബെയറിഷ് ആയിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നാളെയും മൂവ് ചെയ്യുവാണെങ്കിൽ പിന്നെയും നമ്മുടെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് നാളെ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇറാൻ US അപ്ഡേറ്റ്സ്, പാകിസ്ഥാനിൽ വരുന്ന ഒരു ഫൈനൽ ടോക്ക് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ടോക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ വോളറ്റിലിറ്റിയുടെ പിന്നെ ഈ ബാക്കിയുള്ള പ്രശ്നങ്ങളും എല്ലാം അവസാനിക്കുള്ളൂ, ഇന്ത്യൻ മാർക്കറ്റും സ്റ്റേബിൾ ആവുള്ളൂ. അതുവരെ ഇന്ത്യൻ വോളറ്റിലിറ്റി ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. നാളത്തെ ടെക്നിക്കൽ അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.